കൽപ്പാത്തിയിൽ ഒന്നാം തേരുത്സവത്തിന് തുടക്കമായിരിക്കുകയാണ്. അതിന്റെ ആഘോഷാരവമാണ് അവിടെ. ഉത്സവ തിമിർപ്പിലാണ് ഗ്രാമം. തേരുത്സവത്തിൽ പങ്കെടുക്കാൻ നാടാകെയും അഗ്രഹാര വീഥിയിലേക്ക് ഒഴുകിയെത്തുകയാണ്. ഗോകുൽ VS വിവരങ്ങളുമായിട്ട്. ഗോകുൽ, വലിയ തിരക്കാണ്, അതിനൊപ്പം തന്നെ വലിയ ആഘോഷമാണ്. തിരഞ്ഞെടുപ്പ് വരെ മാറ്റിവെക്കുന്ന തരത്തിൽ അത്രത്തോളം പ്രധാനമാണ്, അത്രത്തോളം പ്രത്യേകതകളുള്ളതാണ് പാലക്കാടിനെ സംബന്ധിച്ച് അവിടുത്തെ ഈ അഗ്രഹാര വീഥികളിലെ ഈ തേരുത്സവം. ഇന്നത്തെ ചടങ്ങുകൾ എങ്ങനെയാണ്? എത്രത്തോളം ആളും ആരവും അവിടെ ഒത്തുകൂടുന്നുണ്ട്? രതീഷ്, വലിയ തിരക്ക് തന്നെ ഈ കൽപ്പാത്തി അഗ്രഹാരത്തിൽ, ഈ അഗ്രഹാര പരിസരത്ത് നിറയുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇപ്പോൾ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. പാർവതി സമേതനായ ശിവനെ ആ തേരിൽ പ്രതിഷ്ഠ അല്ലെങ്കിൽ അവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനി ഈ തേര് വലിക്കുന്ന അല്ലെങ്കിൽ തേര് വലിക്കുന്ന രഥോത്സവം അല്ലെങ്കിൽ രഥപ്രയാണം ആരംഭിക്കുകയാണ്. ആദ്യം മുരുകന്റെയും അതോടൊപ്പം തന്നെ ഗണപതിയുടെയും തേരുകളായിരിക്കും മുന്നോട്ട് നീങ്ങുക. അതിനുശേഷം ഈ പ്രധാന തേര്, ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പ്രധാന തേരും മുന്നിലേക്ക് എത്തും. സ്ഥാനാർത്ഥികൾ, അതായത് കൃഷ്ണകുമാറും അതോടൊപ്പം തന്നെ UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലും ഇവിടെ എത്തിയിട്ടുണ്ട്. അത്തരത്തിൽ സ്ഥാനാർത്ഥികൾ അടക്കം എത്തുന്നു. ഇതൊരു പ്രധാനപ്പെട്ട കാര്യം. തിരഞ്ഞെടുപ്പ് കാലത്ത് നടത്തുന്ന വരുന്ന ഒരു രഥോത്സവമാണ്. സാധാരണ ഇത്തരത്തിൽ ഒരു തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇങ്ങനെ രഥോത്സവം ഉണ്ടാകാറില്ല. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളുണ്ട്, വിവിധ രാഷ്ട്രീയ പാർട്ടിയിലെ അംഗങ്ങളുണ്ട്. അങ്ങനെ നിരവധി ആളുകൾ ഈ രഥോത്സവത്തിന്റെ ഭാഗമാകാനൊക്കെ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. വലിയ ജനത്തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നു. സാധാരണ ഉണ്ടാകുന്നതിലൊക്കെ ഉപരിയായിട്ടുള്ളൊരു തിരക്ക് ഈ വർഷം ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ രഥപ്രയാണം ആരംഭിക്കും. ഇന്ന് പ്രധാനമായും ഈ 3 തേരുകളാണ് പ്രയാണം ആരംഭിക്കുക. ഏകദേശം ഒരു ഉച്ചയോടുകൂടി തന്നെ ഇന്നത്തെ രാവിലത്തെ പ്രയാണം പൂർത്തിയാവും. അതിനുശേഷം വൈകുന്നേരം വീണ്ടും അഗ്രഹാര വീതിയിലൂടെ ഈ തേരുകൾ ഉരുണ്ടു തുടങ്ങും. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കൗതുകം അല്ലെങ്കിൽ ഈ ഒരു രഥോത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൗതുകം എന്നൊക്കെ പറയുന്നത്, സാധാരണ നമ്മൾ ദൈവങ്ങളെ കാണാൻ അമ്പലങ്ങളിലേക്ക്, ക്ഷേത്രങ്ങളിലേക്ക് പോവുകയാണ്. പക്ഷേ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ദൈവങ്ങൾ വീട്ടിന് മുന്നിലേക്ക്, അഗ്രഹാരത്തിന് മുന്നിലേക്ക് തേര് എത്തുന്നു. അല്ലെങ്കിൽ തേരിൽ അഗ്രഹാരവാസികളെ, ഇവിടെ താമസിക്കുന്നവരെ കാണാൻ വീടുകളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ അല്ലെങ്കിൽ ഈ 3 ദിവസത്തെയും ആചാരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഏതായാലും കൽപ്പാത്തിയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. തിരഞ്ഞെടുപ്പ് വരെ തേരിന് വേണ്ടി മാറുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. സാധാരണ ആദ്യം 13-ാം തീയതിയായിരുന്നു തിരഞ്ഞെടുപ്പ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ അത് 20-ാം തീയതിയിലേക്ക് മാറ്റുന്നു. അത് തന്നെ സൂചിപ്പിക്കുന്നതാണ്. കാരണം അത്രമാത്രം പ്രധാനപ്പെട്ടതാണ് കൽപ്പാത്തി തേര് പാലക്കാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പാലക്കാട്ടുകാർക്ക് മാത്രമല്ല, അതിന് പുറത്തുനിന്നും, ജില്ലയ്ക്ക് പുറത്തു നിന്നൊക്കെ നിരവധി പേർ ഈ തേരുത്സവം കാണാൻ ഇവിടെ എത്തുന്നുണ്ട്. ഇപ്പോൾ സ്ഥാനാർത്ഥികൾ ഇവിടെയുണ്ട്. അങ്ങനെ വലിയൊരു തിരക്ക് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇനി അല്പസമയത്തിനുള്ളിൽ തന്നെ രഥപ്രയാണം ആരംഭിക്കും. ഏതായാലും വലിയ ഒരു മനോഹരമായ കാഴ്ചയാണ് ഈ അഗ്രഹാര വീതിയിലൂടെ തേര് ഉരുളുന്നത് കാണുക എന്ന് പറയുന്നത്. വളരെ രസമുള്ള, കണ്ണിന് വളരെ കുളിർമയുള്ള ഒരു കാഴ്ച കൂടിയാണ്. അങ്ങനെയുള്ള കാഴ്ചയ്ക്ക് അല്പസമയത്തിനുള്ളിൽ നമ്മൾ വേദിയും ഇപ്പോൾ സരിനും, LDF സ്ഥാനാർത്ഥി സരിനും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ രഥോത്സവത്തിന്റെ തുടക്കം മുതൽ, അതായത് കൊടിയേറ്റം മുതൽ തന്നെ 3 സ്ഥാനാർത്ഥികളും നമ്മളിവിടെ കണ്ടതാണ്. ഓരോ ചടങ്ങുകൾക്കും അവരുടെ സാന്നിധ്യം നമ്മൾ കണ്ടതാണ്. 5-ാം തിരുനാളിനും ഈ 3 സ്ഥാനാർത്ഥികളും ഇവിടെ എത്തിയിരുന്നു. അങ്ങനെ എല്ലാവരും ഒരു ഭാഗമാകുന്നു. ഈ കൽപ്പാത്തി തേരിന്റെ ഭാഗമാവുകയാണ്. അപ്പോൾ ഫസ്റ്റ് മുമ്പും കൽപ്പാത്തി തേരിന്റെ ഭാഗമായിട്ടുള്ള ആളാണ്. അങ്ങനെ ഒരു പ്രത്യേകതയില്ല. ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത. അതെ തേര് വലിക്കാൻ പോവാണല്ലോ എല്ലാവരും കൂടി ചേർന്ന്. അതിന്റെ ഭാഗമാണ്. സന്തോഷത്തോടു കൂടി അതിന്റെ ഭാഗമാവാൻ വേണ്ടി എത്തിയതാണ്. ഈ തെരഞ്ഞെടുപ്പ് അത് സരിനടക്കം എല്ലാ സ്ഥാനാർത്ഥികളും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഏതായാലും തേര് വലിക്കാൻ സരിനും വരും, അല്ലെങ്കിൽ അതിന്റെ ഭാഗമാകുമെന്നാണ് സരിൻ പറയുന്നത്. ഏതായാലും 3 സ്ഥാനാർത്ഥികളും ഇവിടെ എത്തിയിട്ടുണ്ട്. 3 പേരും ഈ തേര് വലിക്കുന്നതിന്റെ ഭാഗം. കാരണം ഈ പാലക്കാടുകാരനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വലിയൊരു ഉത്സവമാണ്. ഇപ്പോൾ ഗണപതിയുടെ തേരാണ് നീങ്ങുന്നത്. അതിനു മുൻപ് മുരുകന്റെ തേര് നീങ്ങിയിട്ടുണ്ട്. ഗണപതിയുടെ തേര് ഇപ്പോൾ നീങ്ങുകയാണ്. ഇതിന് ശേഷം പാർവതിയോടൊപ്പമുള്ള ശിവന്റെ ഈ തേര് കൂടി, ഈ ഏറ്റവും വലിയ തേര്, ഈ 3-ൽ ഏറ്റവും വലിയ തേര് കൂടി മുന്നോട്ട് നീങ്ങും. അങ്ങനെയാണ് രഥപ്രയാണം ആരംഭിക്കുകയാണ്. പാലക്കാടിനെയും കൽപ്പാത്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഉത്സവങ്ങളിൽ ഒന്നാണ് ഈ കൽപ്പാത്തി തേര്. കാരണം അത്രമാത്രം ആളുകൾ ഈ അഗ്രഹാരത്തിലേക്ക്, ഈ വീതിയിലേക്ക്, ചെറിയ വീതിയിലേക്ക് രഥപ്രയാണം കാണാനായി എത്തുന്നു. നിരവധി പേർ ഇന്ന് തന്നെ വലിയ തിരക്ക് കൽപ്പാത്തി അഗ്രഹാരത്തിൽ അനുഭവപ്പെടുന്നു, ഈ വീഥികളിൽ അനുഭവപ്പെടുന്നു. അല്പസമയത്തിനുള്ളിൽ ഈ തേര് കൂടി, പാർവതിയോടൊപ്പമുള്ള ശിവനാണ് ഈ തേരിലുള്ളത്. ഈ തേര്, ഈ ഏറ്റവും വലിയ തേര് കൂടി രഥപ്രയാണം ആരംഭിക്കും. അതോടുകൂടി തന്നെ രഥപ്രയാണത്തിനൊരു തുടക്കം വരികയാണ്.
അതിനുശേഷം ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും, ഉച്ചവരെയും ഈ രഥപ്രയാണം ഉണ്ടാകും. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ഈ അഗ്രഹാര വീതിയിലൂടെ തന്നെ രഥമുരുളും. നാളെ മറ്റ് ക്ഷേത്രങ്ങളിലെ രഥപ്രയാണം കൂടി ആരംഭിക്കും. അങ്ങനെ കൽപ്പാത്തി തേരിൻ്റെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ആഘോഷം തന്നെയാണ്. അത് കാണാനായി നിരവധി ആൾക്കൂട്ടവും ഈ ഒരു സ്ഥലത്തേക്ക് തടിച്ചുകൂടുന്നു, തേരിൻ്റെ അടുത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അത് സാധാരണ കൽപ്പാത്തിക്കാരെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, കൽപ്പാത്തിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ഉത്സവമാണ്. അതുകൊണ്ടാണ് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ വലിയൊരു ഉത്സവമായതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് തീയതി തന്നെ ഇതിനു വേണ്ടി 13-ാം തീയതി നിശ്ചയിച്ച തിരഞ്ഞെടുപ്പ് തീയതി വരെ മാറ്റിവെക്കുന്നു. സാധാരണ അങ്ങനെ തിരഞ്ഞെടുപ്പ് ഒരു തീയതി നിശ്ചയിച്ചാൽ അത് അപൂർവ ചില സാഹചര്യങ്ങളിൽ മാത്രമേ മാറ്റിവെക്കാറുള്ളൂ. പക്ഷേ ഇത്തവണ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ ആ ഒരു കാഴ്ച കൂടി കണ്ടു. കാരണം അത് വ്യക്തമാക്കുന്നത് എത്രമാത്രം ജനങ്ങൾക്ക് പ്രധാനപ്പെട്ടതാണ് ഈ രഥോത്സവം എന്നുള്ളതാണ്. ഇപ്പോൾ 3 സ്ഥാനാർത്ഥികളും ഇവിടെയുണ്ട്. ഏതായാലും ഇപ്പോൾ രഥപ്രയാണം അല്പസമയത്തിനുള്ളിൽ ഈ തിരഞ്ഞെടുപ്പ് കൂടി വന്നതുകൊണ്ട് വലിയ പ്രത്യേകതയുണ്ട്. ആ തിരഞ്ഞെടുപ്പിന്റേതായ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഈ രഥോത്സവം എല്ലാ വർഷവും സാധാരണഗതിയിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ എത്തുന്നു എന്നുള്ളതാണ് ഗോകുൽ പറയുന്നത്. പാലക്കാട്ടുകാർ ആഘോഷമാക്കുകയാണ് ഇത്തവണത്തെ രഥോത്സവം. സ്ഥാനാർത്ഥികൾ എല്ലാവരും അവിടെ ഉണ്ട്.